സവാള ഏത് സർക്കാരും അധികാരം ഒഴിയുന്ന സമയത്ത് അവർ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പണം മുടക്കി തന്നെ PR നടത്തും. PR നടത്തുന്നതിൽ തെറ്റില്ല. പക്ഷേ ജനങ്ങളുടെ കീശയിലെ കാശെടുത്ത് പാർട്ടി പരിപാടിയായി മാറ്റുന്നതിനെയാണ് കോടതി ചോദ്യം ചെയ്തത്. വിചാരിച്ചാലും കുഴപ്പമാണ് മുതലാളി. 10 കൊല്ലം ഭരിച്ചിട്ടും ഈ സർക്കാരിന് സാധാരണ ജനങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അവർ തന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അവരുടെ മുന്നിലുള്ളത് ഇക്കൊല്ലം ഭരണം പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി ത്രിപുരയിലെയോ ബംഗാളിലെയോ പോലെ ഒരു സിറ്റുവേഷനിലേക്ക് വട്ടപൂജ്യത്തിലേക്ക് എത്തുമോ എന്നുള്ളൊരു പേടിയുണ്ട്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഭരണവും കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇടതുപക്ഷത്ത് നിന്നും കുത്തൊഴുക്ക് തന്നെ ചിലപ്പോൾ മറ്റ് പല പാർട്ടികളിലേക്കും ഉണ്ടായെന്നിരിക്കും. സംശയിക്കാനെന്തിരിക്കുന്നു, അത് തീർച്ചയല്ലേ. ഇൻഫർമേഷൻ ഇപ്പോൾ കൃത്യമായിട്ട് സാധാരണക്കാരുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇവരെന്താണ് പറയാൻ പോകുന്നത്, ഇവർക്ക് എന്താണ് ഞങ്ങൾ വാസ്തവത്തിൽ കാണുന്നു എന്നുള്ളത്. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോൾ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. അപ്പോൾ ഈ ആരോഗ്യ രംഗം പറയാം, ഞങ്ങൾ കേരളം നമ്പർ 1 ആണെന്ന് സാധാരണ ജനത്തിനെടുക്ക് ചെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ബിന്ദു മരിച്ചത്? 5 കൊല്ലമായിട്ട് ഉഷയുടെ വയറ്റിൽ കത്രിയിരിക്കുകയാണല്ലോ എന്ന് ചോദിക്കും. ഇനി വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഭയങ്കര മുന്നോക്കമാണ്, നാക്ക് റാങ്കിങ് കിട്ടിയെന്ന് ജനത്തിനെടുക്ക് ചെന്ന് പറഞ്ഞാൽ ജനം ചോദിക്കും, 2.5 ലക്ഷം കുട്ടികളപ്പോൾ എന്തുകൊണ്ട് വെളിയിലേക്ക് പോയി? പള്ളിക്കാർ പറയും കരോളിന് പോലും കുട്ടികളെ കിട്ടുന്നില്ല എന്ന് പറയും. വ്യവസായത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്നലത്തെ വാർത്ത എടുത്തിട്ട് പറയും ഇലക്ട്രോണിക് കോറിഡോർ എന്ന് പറഞ്ഞ പദ്ധതി വരെ നിങ്ങൾ ഉപേക്ഷിച്ചില്ലെന്ന് പറയും. തൊഴിലിന്റെ കാര്യം പറഞ്ഞാൽ PSCയുടെ കാര്യം പറഞ്ഞ് ജനത്തിനെടുക്ക ചെന്ന് കഴിഞ്ഞാൽ അവർ ജനം ഉടനെ ചോദിക്കും, റാങ്ക് കിട്ടിയവർക്ക് പോലും, അതും ആദ്യത്തെ 5 റാങ്ക് കിട്ടിയവർക്ക് പോലും തൊഴിൽ കൊടുക്കാൻ പറ്റാത്ത സർക്കാരല്ലേ എന്ന് ചോദിക്കും. അങ്ങനത്തെ തോന്നിയതാണ് പന്നിയിലിരിക്കുന്നത്. ഞങ്ങൾ പാലവും റോഡും പണിതെന്ന് പറയുമ്പം പറയും എന്നിട്ടാണോ മൂടാത്ത കുഴിയിൽ വീണ് ആൾക്കാർ മരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഇതിനുള്ളൊരു കുറുക്ക് വഴിയാണ് നവകേരള സർവേ എന്ന് പറയുന്നത് ഒഫീഷ്യേറ്റ് ചെയ്തു. പാർട്ടി വഴി നടക്കത്തില്ല, എന്നാൽ സർക്കാരിൻ്റെ ടാഗ് ഇട്ട് സർക്കാരിൻ്റെ ആൾക്കാരായിട്ട് പറഞ്ഞു വിട്ട് നമുക്ക് നമ്മുടെ വികസന നേട്ടങ്ങൾ പറയാമെന്ന മാസിനെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. ബംഗാളിലും സംഭവിച്ചതാണ്, ത്രിപുരയിലും സംഭവിച്ചത്, ഇവിടെയും അത് തന്നെയാണ്. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. CM വിത്ത് മീ എന്ന് പറഞ്ഞുകൊണ്ട് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുക. ബൾക്കായിട്ട് നമ്പർ പർച്ചേസ് ചെയ്തിട്ട് ഇത്തരം ഫോർവേഡ് മെസ്സേജസ് അയക്കുന്നത് പ്രൈവറ്റ് കമ്പനികൾ ചെയ്തുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് പല കോടതി വിധികളുമുണ്ട്. ഞാൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത്? ഇനി CM വിത്ത് മീയിൽ 48 മണിക്കൂറിനുള്ളിൽ പരിഹാരം ഉണ്ടാവുമെന്നാണ് സർക്കാരിന്റെ ആ മെസ്സേജിനകത്ത് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഉഷയുടെ 5 കൊല്ലത്തെ കത്രിക എന്തുകൊണ്ട് പരിഹരിക്കപ്പെടുന്നില്ല? എന്നെയാണ് വിശ്വാസം. ഓ പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ലേ നീ? 2025 ജൂണിൽ മനോരമയിലുള്ള ഒരു വാർത്ത അനുസരിച്ച് 3,18,000 ഫയലുകൾ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. ഈ 10 കൊല്ലം പരിഹരിക്കാത്ത കാര്യമാണോ ഈ 48 മണിക്കൂറിനുള്ളിൽ പരിഹരിക്കുമെന്ന് പറയുന്നത്? കിബിയുടെ വികസന പ്രവർത്തനങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആഡാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. എന്നിട്ട് ഫോട്ടോ എടുത്തു അയക്കൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ജനത്തിനെ അതിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പാലവും റോഡും പൊളിഞ്ഞു കഴിയുമ്പോൾ കിബിയോട് ചോദിക്കുമ്പോൾ കിബി പറഞ്ഞു അത് ഞങ്ങളുടെ കുഴപ്പമല്ല, അത് SPV സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന്റെ വീഴ്ചയാണെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഫോറസ്റ്റിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ എനിക്കൊരു ഡോക്യുമെന്റ് അയച്ചു തന്നു. സംസ്ഥാന സർക്കാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും അയച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളെല്ലാം നിങ്ങൾ ഊരുകളിൽ പോയി വായിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. ഉയർന്ന ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നത് ഞങ്ങൾ ഈ ആനയും പന്നിയെയും വന്യമൃഗ ജീവികളെ നിയന്ത്രിക്കണോ അതോ ഇതും പിടിച്ചോണ്ട് ഞങ്ങൾ ഊരുകളിൽ പോയി വായിക്കണോ? ഇത് എൻ്റെ പണിയല്ല, ഞാനിത് ചെയ്യത്തില്ലെന്ന്. കിബി 2017-2024 പരസ്യങ്ങൾക്ക് വേണ്ടി മാത്രം 115 കോടിയാണ് ചെലവഴിച്ചത്. അത് സാധാരണഗതിയിൽ ഒരു 20-25 കോടി നിൽക്കും. ഇലക്ഷൻ വരുന്ന വർഷം മാത്രം 44-45 കോടിയിലേക്ക് ഉയരും. അപ്പം അത്രമാത്രം പ്രൊമോഷൻ ചെയ്യുകയാണ്. കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് ഒരു പാലാരിവട്ടം പാലം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ എത്ര പാലാരിവട്ടം പാലങ്ങളുണ്ടായി? എത്ര അടുത്ത് നാഷണൽ ഹൈവേ പൊളിഞ്ഞു വീണിട്ടുണ്ട്? 10 കോടി രൂപയോളം ലോക കേരള സഭയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചു. അതിൽ ഒട്ടുമിക്ക പൈസയും ടിക്കറ്റും പ്രൊമോഷനും ഹോർഡിങ്ങും വെക്കാൻ വേണ്ടിയിട്ടാണ് ചെലവഴിച്ചത്. ഒരു മൈഗ്രൻ്റ് വർക്കറിൻ്റെയും പുറത്തുപോയ ഒരു കുടിയേറ്റ തൊഴിലാളിയുടെയും പ്രശ്നം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. നവകേരള സദസ് നടത്തി ഇപ്പോൾ 2.836 കോടിയാണ് ഹോർഡിങ്ങിന്. കലാജാഥയ്ക്ക് 45, പിന്നെ പോസ്റ്ററിന് 16, കേരളീയം നടത്തി 27 കോടി കൊടുത്തു. അതിൽ 70 കോടിയുള്ള അടുത്ത് വരും എന്ന് പറഞ്ഞു. പിന്നെ അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യം അറിയാമല്ലോ, അതിൻ്റെയും ഹോർഡിങ്ങും അതും ഇതും. 10 ലക്ഷത്തിൻ്റെ മോഹൻലാലിന് അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് 27 ലക്ഷത്തിൻ്റെ LED വെക്കുകയും 1 കോടിക്ക് മേളിൽ ചെലവഴിക്കുകയും ചെയ്തതാണ് ഈ സർക്കാർ. ഒരു മാറ്റവും ഇല്ലല്ലോ. പരസ്യം നടത്തുക, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുക, അത് പറയാൻ പാർട്ടി താഴെ തലത്തിലുള്ളവർക്ക് സാധിക്കാതെ വരുമ്പം അതിന് ഒഫീഷ്യേറ്റ് ചെയ്തുകൊണ്ട്
നവകേരള സർവേ എന്ന് പറഞ്ഞ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയം വേണ്ട. ആ തികഞ്ഞ ആത്മവിശ്വാസത്തോട് തന്നെ പറയാണ്, അടുത്ത 5 വർഷവും ഈ ഇടതുപക്ഷ സർക്കാർ തന്നെ ഭരിക്കും. അടിപൊളി. അതിനകത്ത് യാതൊരു ഒരു പാഴൂർ പടിപ്പുരയിലും പോയി പഞ്ചാംഗം നോക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. പക്ഷേ ഡെസ്പറേറ്റ് ആയത് LDF അല്ല, ഇവിടെ ഡെസ്പറേറ്റ് ആയത് ഇവിടുത്തെ വലതുപക്ഷവും സോക്കോൾഡ് മാധ്യമ സിൻഡിക്കേറ്റുമാണ്. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ആരായിരുന്നു? ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെ നടത്തിക്കൊണ്ടിരുന്ന ഒരു അധോലോക സംഘമായിരുന്നു കേരളത്തിൽ മൊത്തം നടന്നുകൊണ്ടിരുന്നത്. ഇടതുപക്ഷം അത് ഏറ്റെടുത്തപ്പോഴത്തേക്ക് ഇതിനകത്ത് ആർക്കും കൂലി കൊടുത്തൊന്നും ഇരുത്തുന്നതല്ല. ഈവൻ നികേഷ് കുമാറിനെ പോലും അവരുടെ കൂടെയുള്ള ദേശാമാലിന്യ തൊഴിലാളികൾ ഇവരൊക്കെ സ്വയം പാർട്ടി ഒരു കർത്തവ്യം ഏർപ്പെടുത്തുന്നു, അത് അവർ ചെയ്യുന്നു. അത് പിന്നെ എനിക്കറിയില്ലേ ചേട്ടന്റെ സ്വഭാവം. ഒരു മെഡിക്കൽ കോളേജിനകത്ത് എത്ര ഫെസിലിറ്റി ഉണ്ട്? ആ ഫെസിലിറ്റി 10,000 പേര് വന്നാലും 15,000 പേര് വന്നാലും 20,000 പേര് വന്നാലും അവന് ചികിത്സ നിഷേധിക്കില്ല. 30% ഓഫ് ദ മെഡിക്കൽ നെഗ്ലിജൻസ് വേൾഡ് വൈഡ് ആയിട്ട് അക്സെപ്റ്റബിൾ ആണ്. അപ്പോഴാണ് ഒരു കത്രികയുടെ കേസെടുത്തത് പെരുപ്പിച്ച് കാണുന്നത്, ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴുന്നത് പെരുപ്പിച്ച് കാണുന്നത്. ഇപ്പൊ എനിക്കൊരു കാര്യം ബോധ്യമായി. താനേ വെറും പറയാ. കടുംവെട്ട് തീരുമാനങ്ങളെന്ന് VM സുധീരൻ തന്നെ വിശേഷിപ്പിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്തെ തീരുമാനങ്ങൾ, ബാർ അനുവദിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അന്വേഷിച്ചോ? കണ്ടെത്തിയോ? ഏതെങ്കിലും അന്നത്തെ കാലത്ത് ഒരു മന്ത്രിക്കെതിരെയെങ്കിലും ഒരു കേസ് ഉണ്ടായോ? 10 വർഷം അധികാരത്തിൽ നിന്നിട്ട് 5 വർഷത്തെ UDF ഭരണത്തിൽ ഒരു അഴിമതി പോലും തെളിയിക്കാൻ കഴിയാത്തവർ ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ കൊണ്ടുവന്ന് നാട്ടുകാരോട് പറയാണ് ഇരുണ്ട കാലമായിരുന്നു തിരിച്ചു വരുന്നത്. എങ്ങനെ വിശ്വസിക്കും ജനങ്ങൾ? ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും തമ്മിലുള്ള കമ്പാരിസൺ നടത്തി ഷൈല ടീച്ചറായിരുന്നു നല്ലതായിരുന്നു, മറ്റേ മന്ത്രിയായിരുന്നു നല്ലതായിരുന്നു, തോമസ് ഐസക് ആയിരുന്നു നല്ലതായിരുന്നു എന്നുള്ള കമ്പാരിസൺ ആണ്. പുതിയ ടീമിനെ വെച്ചപ്പോഴത്തേക്കും ആ ടീം എല്ലാം മോശമാണ്, അവരുടെ അത്രയും നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല, വി ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ മൊത്തം വന്നത്. അത് ഇങ്ങനെ തോന്നലേ? തോന്നലല്ല മീരാനെ, സത്യോ. മുഖ്യമന്ത്രിക്ക് ജനങ്ങളോട് സംവദിക്കാൻ വേണ്ടിയിട്ട് പത്രസമ്മേളനങ്ങളല്ലാതെ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള വാർത്ത കൊടുക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യം, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും. ആ പറയേണ്ടതിന് വേണ്ടിയിട്ടായിരിക്കും സോഷ്യൽ മീഡിയ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു കള്ളത്തരവും പറയുന്നില്ല, ഒരു നുണപ്രചരണവും നടത്തുന്നില്ല. ആരെങ്കിലും ഈ ഇടതുപക്ഷത്തിന്റെ ഹാൻഡിലിലൂടെ ഒരു നുണപ്രചരണം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചു തരട്ടെ. അത് നീ തെളിയല്ലോ, ഒരുപാട് തെളിയല്ലേ, അതൊക്കെ നമ്മളറിയാം. ഇരുണ്ട കാലം എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് തുടങ്ങി UDF വീണ്ടും അധികാരത്തിലെത്തിയാൽ ഉണ്ടാകാവുന്ന അപകടങ്ങളെ കുറിച്ച് ഇടതുപക്ഷം ഓർമ്മിപ്പിക്കുകയാണ്. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്. 2016 ഉമ്മൻചാണ്ടിയെ അധികാരത്തിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ഇടതുപക്ഷം പറഞ്ഞൊരു വാക്ക്, ഈ ദുഷിച്ച ഭരണം മാറി നിങ്ങൾക്കൊരു സൽഭരണം കിട്ടുമെന്നുള്ളതാണ്. 10 വർഷം മുമ്പ് അധികാരം ഒഴിഞ്ഞു പോയ ഒരു മുന്നണിയുടെയും സർക്കാരിന്റെയും പ്രവൃത്തികളിൽ ഇത്രയും വല്ല കൊള്ളരുതായ്മ നടന്നിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തിനാണ് 10 വർഷം അധികാരത്തിൽ നിന്നത്? ഒരൊറ്റ ഒരാൾക്ക് ഒരു ചാർജ് ഷീറ്റ് നിങ്ങൾ കൊടുത്തു? ഒരൊറ്റ ഒരാളെ നിങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്തോ? ഒരൊറ്റ ഒരാൾക്ക് നിങ്ങൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയോ? പിന്നെ എന്തിനായിരുന്നു ഈ ഭരണം? 10 വർഷം മുമ്പുള്ള സർക്കാർ എങ്ങനെയാണ് ഭരിച്ചിരുന്നതെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ആവശ്യമുണ്ട്. എപ്പോഴും നമുക്ക് ഓർമ്മകൾ ഉണ്ടായിരിക്കണം. അഴിമതിക്കാരനെ ശിക്ഷിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. നല്ല പാർട്ടിയോടെ ചോദിക്കുന്നു. ഓരോ അഴിമതി നടത്തിയിട്ടുള്ള ഓരോ ആളുകൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പക്ഷെ അവർ കോടതിയിൽ പോയി, അതിന് കോടതി ഇനി ഫ്ലിംസി ഗ്രൗണ്ടിലാണ് കേസെടുത്തേക്കുന്നത്. നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ പറയാറുണ്ട്, മള്ളൂർ ഗോവിന്ദപിള്ളയും 2 പറ്റിയിട്ടുണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും കൊല്ലാതെ. പിന്നെ എന്തിനു വീണ്ടും മള്ളൂർ ഗോവിന്ദപിള്ള ഇരുന്ന് ഇതുപോലൊക്കെ നടത്തുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ അധികാരത്തിൽ അത് സിസ്റ്റത്തിന്റെ തകരാറാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണം വിത്ത് പ്രൂഫ് കൊണ്ടുവരാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? അതായത് ഇപ്പോഴത്തെ ഒരു തിയറി അനുസരിച്ച് ആരോപണം ഉന്നയിക്കുന്നു അവരുടെ ബാധ്യതയാണ് തെളിയിക്കുക എന്നുള്ളത്. അവരാണ് തെളിവ് കൊണ്ടുവരേണ്ടത്, അവർ തെളിയിക്കണം. ഭരണകൂടത്തിന്റെ മുമ്പിലേക്ക് ഒരു അഴിമതി ആരോപണം വരുമ്പോൾ അതിനെ അന്വേഷിച്ച് കണ്ടെത്തി തെറ്റും ശരിയും തിരിക്കുക എന്നുള്ളൊരു സമീപനമായിരുന്നുവെങ്കിൽ ഇതാണോ സംഭവിക്കുക എന്നുള്ള സംശയമുണ്ട്. ഇവിടെ PR ചെയ്യാത്ത ഒരു സർക്കാരുകളുമില്ല. പല സംസ്ഥാനങ്ങളുടെയും പരസ്യങ്ങളൊക്കെ നമ്മുടെ ദിനപത്രങ്ങളോ അതിലൊന്നും തെറ്റില്ല. പക്ഷേ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലാണ് പലതും വന്ന് ഭവിക്കുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ നവകേരള സർവേ പോയി. ഫസ്റ്റ് നിന്റെ കണ്ടപ്പോഴേ ലാസ്റ്റ് വാണിംഗ് തന്നാണ് ഈ പാട്ടയും കൊണ്ട് റോഡിലേക്ക് തെണ്ടാൻ ഇറങ്ങരുത്. അതിനുശേഷം പൊടുന്നനെ ഇതുവരെ കാണാത്ത ഒരു ശൈലി സൈബർ അടക്കം ഇടതുപക്ഷം കൊണ്ടുവരികയാണ്. നിലയില്ലാ കയത്തിൽ വീണതിന് ശേഷമുള്ള കൈയിട്ടടി പോലെയാണ്. കാരണം ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. CPM-നെ ഏത് തെരഞ്ഞെടുപ്പിലും തോൽപ്പിക്കുന്നത് CPM-കാർ തന്നെയാണ്, CPM-ന്റെ അനുഭാവികൾ തന്നെയാണ്. സത്യത്തിൽ ഇവർ ചെയ്യേണ്ടത് ഈ പാർട്ടിയുടെ അണികൾക്കിടയിലാണ് ഈ PR സംവിധാനം നടത്തേണ്ടത്. നിരവധി ആൾക്കാർ ഇവരുടെ സിസ്റ്റത്തിന്റെ ഭാഗമായി അതിന് ബലം കൊടുത്ത ഒരുപാട് ആൾക്കാർ എന്തുകൊണ്ട് മാറി ചിന്തിക്കുന്നു? അത് പിന്നെ പാർട്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ തെറ്റാണ്. അത് ഞാൻ പാർട്ടി ഫോറങ്ങളിൽ പറയാൻ ശ്രമിച്ചു. എന്നെ അതിൽ പലരും നിരുത്സാഹപ്പെടുത്തി. പക്ഷെ അതുകൊണ്ട് എനിക്ക് എൻ്റെ മനസാക്ഷിയോട് ബോധിപ്പിക്കുന്നതിന് വേണ്ടി പുറത്തു വന്ന് പറയേണ്ടി വരുന്നു. എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡാമേജ് കൺട്രോളിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സൈഡിൽ നിന്ന് പണം പമ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ അയ്യപ്പ സംഗമം നടത്തിയതിന് അയ്യപ്പനെ ഉദ്ധരിക്കാനാണോ? ശബരിമലയിലേക്ക് വരുന്ന ഭക്തരെ ഉദ്ധരിക്കാനാണോ? ഒന്നുമല്ല.
അവിടെ ഭക്തരെ ഉദ്ധരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ കൺട്രോൾ കറക്റ്റായിട്ട് നോക്കുക, നല്ല ഭക്ഷണമാണ് കിട്ടുന്നതെന്ന് ഉറപ്പുവരുത്തുക, വെള്ളം ആൾക്കാർക്ക് കൊടുക്കുക, ആൾക്കാർക്ക് ടോയ്ലറ്റ് സൗകര്യം കൊടുക്കുക. ഇത് കൂടുതൽ 5 സ്റ്റാർ കട്ടിലൊന്നും വേണമെന്നും ആരും അവിടെ പറയുന്നില്ല. ഇത്രയും കൊടുത്താൽ മതി. അത് ശരിയാ, അത് ശരിയാ. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? SNDPയുടെയും NSSന്റെയും KPMSന്റെയും അടക്കമുള്ള ആൾക്കാരെ ഒരൊറ്റ വേദിയിൽ പിണറായി വിജയനൊപ്പം കൊണ്ടുവന്ന് ഒരു പൊളിറ്റിക്കൽ മെസ്സേജ്, CPMനെ പോലെ ഒരു സംവിധാനത്തിന് അവിടെ ശബരിമലയിൽ 4100 പേരെ കൊണ്ടുവരാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? പക്ഷേ അതൊന്നും അവരുടെ പ്രയോറിറ്റി ആയിരുന്നില്ല. വെള്ളാപ്പള്ളി നടേശനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി ഇറക്കുക, മാധ്യമങ്ങൾ അത് കവർ ചെയ്യുക, അതിൽ നിന്ന് ഒരു വലിയ സന്ദേശം ഉണ്ടാകും എന്നവർ പ്രതീക്ഷിക്കുന്നു. ഇതാ ഞാൻ പറയുന്നത്, നിനക്ക് ബുദ്ധി ഇപ്പോഴും വികസിച്ചിട്ടില്ല. ഇപ്പോൾ ശ്രീ ജയരാജ് ഇവിടെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു ലെഫ്റ്റ് ഹാൻഡിലുകളിൽ നിന്ന് നുണപ്രചരണം ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഇതിനകത്ത് ഒരു കള്ളത്തരം പറയുന്നില്ല, ഒരു നുണപ്രചരണം നടത്തുന്നില്ല. ആരെങ്കിലും ഈ ഇടതുപക്ഷത്തിന്റെ ഹാൻഡിലിലൂടെ ഒരു നുണപ്രചരണം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചു തരട്ടെ. തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരം എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ എപ്പിസോഡും കാണണമെന്നാണ് പറയുന്നത്. സത്യമാണോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, കണ്ട് തീരുമാനിക്കുക. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? മറിയക്കുട്ടി ചേട്ടത്തി എന്ന് പറഞ്ഞ ഒരാളിനെ മറക്കാനായിട്ടുള്ള സമയമായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ 1-ാം നമ്പർ ലെഫ്റ്റ് ഹാൻഡിലാണ് ദേശാഭിമാനി. അവരുടെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ എന്താ? അവർക്ക് എത്ര സ്വത്തുണ്ടെന്നാണ് പറഞ്ഞ്, അവർക്ക് എത്ര ആസ്തിയുണ്ട്, അവരുടെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞ്. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു? ലേലുവല്ലു പറഞ്ഞില്ലേ? പരസ്യമായിട്ട് ലേലുവല്ലു പറയേണ്ടി വന്നില്ലേ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? 1-ാമത്തെ പേജിൽ അവിഹിതം ഉണ്ടെന്നും പറഞ്ഞിട്ട് അടിച്ചു വെച്ചിട്ട് പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന നിങ്ങളാണ് ഈ ലോകത്ത് നുണ കണ്ടുപിടിച്ചത്. അല്ലാതെ നുണ പ്രചരിപ്പിച്ചതല്ല, നുണ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ നിന്നിട്ട് എവിടെയാണ് ഞങ്ങൾ നുണ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യവും നുണയും തമ്മിലുള്ള അതിർവരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഇവർ വിചാരിക്കുന്ന ഈ നാട്ടുകാർ മുഴുവൻ മണ്ടന്മാരാണെന്ന്. എന്റെ മാധ്യമേ, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധി ഇല്ലാണ്ടായി പോയല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഒരു 20 കോടി രൂപ എടുത്തുകൊണ്ട് കൊടുക്കുന്നു. ആരും അറിയത്തില്ലെന്നാണോ ഇവർ വിചാരിക്കുന്നത്? നമ്മുടെ നാട്ടിലത്തെ ഏതെങ്കിലും ഒരു വെൽഫെയർ സ്കീം, ഈ വെൽഫെയർ സ്കീമിന്റെ ഇഫക്റ്റീവ്നെസ്, കേരളം ആര് ഭരിച്ചാലും ഈ സംവിധാനം സ്മൂത്തായിട്ട് ഓടാനുള്ള ഒരു താഴെത്തട്ട് സംവിധാനം ഇവിടെ ഉണ്ട്. അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. നവകേരള സർവേയുടെ ഉദ്ദേശം എന്തായിരുന്നു? ഈ പറയുന്ന സംവിധാനങ്ങളുടെ ഇഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ പറയുന്നത് എന്താ? ഇത് കഴിഞ്ഞിട്ട് നയപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നു. വണ്ടി തള്ളാൻ വേറൊരു സഹായം വേണ്ട, ഞാൻ മാത്രം മതി. ഞാൻ പറഞ്ഞ ഇടാവുക, ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം നയപരമായിട്ട് മാറ്റം വരുത്താനായിട്ട് നിങ്ങൾക്ക് സമയമില്ല. അപ്പോഴത്തേക്ക് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം വരും. അപ്പൊ ആ സമയമാകുമ്പോഴത്തേക്ക് പിന്നീട് ഒരു പോളിസി ചേഞ്ചും വരുത്താൻ പറ്റില്ല. ശരി, LDF തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്നു. ഈ പറയുന്ന സംവിധാനം വെച്ചിട്ട് പുതിയ നയരൂപീകരണം എന്നിവിടെ ആരും പറയത്തില്ല, അവരും ചിന്തിക്കത്തില്ല. അപ്പൊ ഈ 20 കോടി രൂപ എന്ന് പറയുന്നത് വെള്ളത്തിൽ ഒഴുക്കി കളഞ്ഞു. UDF ആണ് ഇനി പുതുതായിട്ട് വരുന്നതെന്ന് കരുതിക്കോ. അവർ ഇത് വെച്ചിട്ട് പോളിസി ഉണ്ടാക്കണമെന്നാണോ? അപ്പോൾ ഇഫക്റ്റീവ്ലി നടന്നിരിക്കുന്നത് എന്താ? കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തുമ്പോൾ സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി സംവിധാനത്തിനെ ഗവൺമെന്റ് ID കാർഡ് ഇട്ടുകൊണ്ട് ആൾക്കാരുടെ വീട്ടിലേക്ക് പോയി ക്യാൻവാസ് ചെയ്യാൻ. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. പണ്ട് പറഞ്ഞില്ല, കോവിഡ് സമയത്ത് വീട്ടിൽ പൈസ കൊണ്ടു കൊടുത്തതിന് ശേഷം പക്ഷേ നമ്മുടെ സർക്കാരാണ്, അതുകൊണ്ടാണ് ഇത് കിട്ടുന്നത്, നമ്മൾ വീട്ടിൽ കൊണ്ട് തരികയാണ്. ഈ സംവിധാനം തുടരണമെങ്കിൽ നിങ്ങൾ ദാ ഈ ചിഹ്നത്തിലേക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. അതിന് 20 കോടി രൂപ ഒഴുക്കിക്കളയുന്നു. ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ലാസ്റ്റിലത്തെ 2 മാസത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് തൊട്ട് മുമ്പ് ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുക, ഇങ്ങനത്തെ ഫ്രീ ബി കൊടുക്കുക. ഇപ്പൊ തമിഴ്നാട്ടിൽ കണ്ടില്ലേ, ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് കൊടുക്കുക. ഒരു നമ്പർ അല്ലേ? ഇങ്ങനെ എന്തെല്ലാം കള്ളത്തരങ്ങൾ കാണിച്ചാലാണ് ഇവരുടെ ഇടയിലേക്ക് ഒന്ന് പിഴച്ചു പോവുക. ഈ സംവിധാനം ചെയ്യുന്നത് എന്താ? ഇപ്പൊ നമ്മളിതിനെ ഒരു ഭാഗത്ത് പോസിറ്റീവ്ലി ഭരണഘടനാപരമായിട്ടൊക്കെ എതിർക്കുമ്പോൾ പോലും ഈ സമയത്ത് വല്ലതും കിട്ടിയാൽ കിട്ടി എന്നത് മാത്രമേ ഉള്ളൂ എന്നും അത് മാത്രമേ ഈ പോളിംഗ് ബൂത്തിലേക്ക് കയറുന്ന സമയത്ത് ആൾക്കാരുടെ മെമ്മറിയിൽ ഉണ്ടാവുകയുള്ളൂ എന്നും നമ്മളെക്കാൾ നന്നായിട്ട് ഈ രാഷ്ട്രീയക്കാർക്ക് അറിയുന്നത് കൊണ്ടാണ് ഇതിന്റെ പല സ്കീമുകൾ കാണുന്നത്. അതെനിക്കറിയാലോ. ഇനിയിപ്പോൾ വരുന്ന വലിയൊരു സാധനമുണ്ട്, മാനിഫെസ്റ്റോ. ആശാ വർക്കർമാർക്ക് ഇത്ര, ഇതിന് പ്രത്യേകിച്ച് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. പിന്നെ അംഗനവാടി വർക്കർമാർക്ക് ഇത്ര, മറ്റേത് ഇത്ര, മറിച്ച് ഇത്ര, ക്ഷേമ പെൻഷൻ 4500 മാത്രമല്ല ശ്രീത്തെ, ഇതിനകത്ത് എല്ലാ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നുണ്ട്. എത്ര ശതമാനം നടപ്പിലാക്കി? അധികാരത്തിൽ കയറുന്ന സമയത്ത് ക്ഷേമ പെൻഷൻ എത്ര ആക്കുമെന്നായിരുന്നു അന്നത്തെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. മാനിഫെസ്റ്റോയിൽ പറഞ്ഞാലോ ഓരോ വർഷം എത്ര ചെയ്തു എന്നുള്ളതാണ്. അല്ലല്ല, ഞാൻ പറഞ്ഞ് ചെയ്തതല്ല. മാനിഫെസ്റ്റോ പറഞ്ഞിട്ടാണല്ലോ ആൾക്കാരുടെ അടുത്ത് പോയി വോട്ട് രൂപ ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്ന് മാനിഫെസ്റ്റോ പറഞ്ഞു. ഏറ്റവും അവസാനം കൂട്ടുകെട്ടാണെന്നുള്ളവർക്ക് ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. എക്സാക്ട്ലി. ഇതൊക്കെ പിന്നെ ഈ പ്രകടന പത്രിക വെച്ച് ഓഡിറ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ പ്രതിപക്ഷം ഇല്ലാത്തതുകൊണ്ടോ പലരും ചോദിക്കാത്തതുകൊണ്ടോ മാത്രമാണ് സത്യത്തിൽ. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം സീറോ ആണ്. നമ്മുടെ ബജറ്റിലെ പ്രഖ്യാപനം പോലെ തന്നെയാണ്. നമ്മൾ ഇവിടെ ഇപ്പൊ പറയും കേന്ദ്ര സർക്കാർ ബജറ്റിൽ ആമമോട്ട കൊടുത്തു. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ സംസ്ഥാന ബജറ്റും. എന്നിട്ട് ഇതിന്റെ ഇഫക്റ്റീവ്നെസിനെ പറ്റി പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ച ഉണ്ടാകുന്നില്ല. പറയുമ്പോൾ എന്ത് പറയും? കുട്ടനാടിന് എത്ര പാക്കേജ്, വയനാടിന് എത്ര പാക്കേജ്, മറ്റേ പാക്കേജ്, മറിച്ചേ പാക്കേജ്. സമാനതകളില്ലാത്ത ദുരന്തം 6 മാസത്തിനകം പുനരധിവാസം എന്ന് അവിടുത്തെ ജനങ്ങളോട് സർക്കാർ പ്രഖ്യാപിച്ചു തുടങ്ങിയാണ്. 2 വർഷം തികയുമ്പോൾ 178 വീടുകളിൽ ആദ്യത്തെ ലോട്ടിൽ ഇടം പിടിക്കാൻ വേണ്ടി നറുക്കുമായി
ന്യായങ്ങളുമായി ആളുകൾ കാത്തു നിൽക്കുകയാണ് അല്ലേ? അതെ. ചോദിച്ചു കഴിഞ്ഞാൽ 100 ന്യായങ്ങൾ കാണും. അപ്പൊ ഈ ഒരു എക്സ്ക്യൂസുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ ചുമലിലേക്ക് വെക്കുക. കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ തങ്ങളുടെ മികവായി മാറുക. അതാണ് ഒരു വസ്തുത.